ഗസയിലെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി മാറ്റിയിട്ട് 18 മാസങ്ങൾ പിന്നിട്ടപ്പോഴും ഹമാസിനെ ഇല്ലാതാക്കുക എന്ന പ്രത്യക്ഷ ലക്ഷ്യം ഇസ്രായേൽ പൂർത്തീകരിച്ചു. നിരവധി നേതാക്കളും പടയാളികളും കൊല്ലപ്പെട്ടിട്ടും ഹമാസ് ഇപ്പോഴും എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്? ഫലസ്തീൻ ഇസ്രായേൽ പോരാട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ ചോദ്യങ്ങളാണിവ. ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഹമാസിനെ നശിപ്പിക്കുക എന്നതായിരുന്നെങ്കിലും ഈ ലക്ഷ്യം ഇന്നുവരെ പൂർത്തീകരിക്കാനായിട്ടില്ല എന്ന് തന്നെയാണ് ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. എന്നാൽ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം അത്ര എളുപ്പത്തിൽ പറയാവുന്ന ഒന്നല്ല. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷവും വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾക്കിടെ ഇസ്രായേൽ സേന ഹമാസിന് വലിയ ക്ഷതമുണ്ടാക്കുകയും നിരവധി മുതിർന്ന നേതാക്കളെ എയർ സ്ട്രൈക്കുകളിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഹമാസിൻ്റെ മുഖങ്ങളായിരുന്ന യഹിയ സിൻവാറും ഇസ്രായേൽ ഹനിയയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടവരാണ്. ഇവർ ഉൾപ്പെടെ നിരവധി നേതാക്കളും പോരാളികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹമാസിന് വലിയ നഷ്ടങ്ങളുണ്ടാക്കിയ ഇത്തരം വേളയിൽ ഉൾപ്പെടെ ഗസയിൽ മിക്ക ഭാഗങ്ങളിലും തകർത്ത ഈ സാഹചര്യത്തിലും പോരാട്ടം നടത്താനും ഭരണം നടത്താനും കഴിവുള്ളവരായി ഹമാസ് സ്വയം തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും തുടരുന്ന കെട്ടുറപ്പിനും പോരാട്ട വീര്യത്തിനും പിന്നിലെ കാരണങ്ങൾ പലതാണ്. ആദ്യം ഹമാസിൻ്റെ ഇപ്പോഴത്തെ ശക്തി എന്താണെന്ന് അറിയേണ്ടതുണ്ട്. കൃത്യമായതോ സ്വതന്ത്രമായതോ കണക്കുകളില്ലെങ്കിലും 2023 ഒക്ടോബർ 7 വരെ ഹമാസിന് 30,000-ലേറെ പോരാളികളുണ്ടായിരുന്നു എന്നാണ് വിവിധ മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ ഇസ്രായേൽ തന്നെ മുന്നോട്ട് വെക്കുന്ന അവകാശവാദ പ്രകാരം ഹമാസിൻ്റെ ആയിരക്കണക്കിന് ആളുകളെ അവർ കൊന്നിട്ടുണ്ട്. എന്നാൽ ഈ അവകാശവാദത്തിനും സ്ഥിരീകരണമൊന്നുമില്ല. അതേസമയം നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നത് വസ്തുത തന്നെയാണ്. പക്ഷേ മറ്റൊരു കാര്യം, കൊല്ലപ്പെടുന്നവർക്ക് പകരമായി പുതിയ ആളുകളെ ഹമാസ് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്നതാണ്. കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിലെ കുറവ് പുതിയ ആളുകളെ ഉപയോഗിച്ച് നികത്താൻ സാധിക്കുന്നതാണ് ഹമാസിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു പ്രധാന കാരണം. നിരവധി പേർ മരിച്ചു വീണിട്ടും അവരുടെ നേതൃത്വം പുനഃസ്ഥാപിക്കാൻ ഹമാസിന് എളുപ്പത്തിൽ കഴിയുന്നുണ്ട് എന്നതാണ് ഹമാസിൻ്റെ നിലനിൽപ്പിൻ്റെ മറ്റൊരു കാരണമായി എടുത്തു പറയേണ്ടത്. ഹമാസിൻ്റെ മുൻ നേതാക്കളായ യഹിയ സിൻവാർ വീണപ്പോഴും ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ലോകം മുഴുവൻ ചോദിച്ചു. പിന്നീട് ഇസ്മായിൽ ഹാനിയ വീണപ്പോഴും ഇതേ ചോദ്യം ഉയർന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഹമാസ് വക്താവ് അബ്ദുൽ ലത്തീഫ് അൽ ഖനുവ വീഴുമ്പോഴും ഇതേ ചോദ്യം തന്നെ ഉയരുന്നുണ്ട്. 2 ദിവസം മുമ്പ് അബു ഹംസ കൊല്ലപ്പെട്ടപ്പോഴും ഇതേ ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം നമ്മുടെ ചോദ്യങ്ങളാണെന്നാണ് വാസ്തവം. യഥാർത്ഥത്തിൽ ഹമാസിൻ്റെ മുന്നിൽ ഇത്തരം ചോദ്യങ്ങളേ ഇല്ല. പകരം പുതിയ ആളുകൾ നേതൃത്വത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. 1.5 വർഷം കടുത്ത ആക്രമണം അയച്ചുവിട്ടിട്ടും ഹമാസിനെ വീഴ്ത്താൻ കഴിയാതെ പോയതിൻ്റെ മറ്റൊരു കാരണം ഹമാസ് ഉണ്ടാക്കിയ ടണൽ നെറ്റ്വർക്കാണ്. ഹമാസ് ഗസയുടെ മണ്ണിനടിയിലുണ്ടാക്കിയ വിപുലമായ ടണൽ നെറ്റ്വർക്കുകളിലും അവരുടെ ഉപയോഗവും ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതാണ് വസ്തുത. ഇത് ഇസ്രായേൽ സൈനികരിൽ നിന്ന് അവരെ മറയ്ക്കുകയും ആയുധങ്ങളും പൂർണ്ണമായ സൈനിക സംഘത്തെയും രഹസ്യമാക്കി സൂക്ഷിക്കാനും ഹമാസിനെ സഹായിക്കുന്നു. സാധാരണ ആക്രമണങ്ങളാണ് ഇപ്പോൾ ഹമാസ് തുടരുന്ന മറ്റൊരു തന്ത്രം. വലിയ രീതിയിലുള്ള സൈനിക പോരാട്ടമല്ല, ചെറിയ രീതിയിലുള്ള എന്നാൽ ഇസ്രായേലിന് നാശം വരുത്തുന്ന ആക്രമണങ്ങളാണ് ഇപ്പോൾ അവർ അവലംബിക്കുന്നത്. ഇടയ്ക്കിടെയുള്ള മിസൈൽ ആക്രമണങ്ങൾ, കരവഴിയുള്ള പോരാട്ടങ്ങൾ എന്നിവയാണ് ഹമാസിനെ ഇപ്പോഴും സജീവമാക്കി നിർത്തുന്നത്. ഇത്തരം ആക്രമണങ്ങൾ എവിടെ നിന്ന് വരും എന്നത് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്തതിനാൽ അത് ഇസ്രായേൽ സൈന്യത്തിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഇത്തരത്തിൽ യുദ്ധം തുടർന്ന് 18 മാസങ്ങൾക്കിപ്പുറവും സജീവമാണ് ഹമാസ്. നിരവധി ഇസ്രായേൽ ബന്ദികളെ ഉൾപ്പെടെ കൈവശം വെച്ച് ഇസ്രായേലിനോട് വിലപേശാനും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിലേക്ക് നീങ്ങാനും പലസ്തീനിൻ്റെ മോചനത്തിനു വേണ്ടി ശബ്ദമുയർത്താനും ഹമാസിന് ഇപ്പോഴും കഴിയുന്നുണ്ട്.